എല്ലാവർക്കും നമ്മുടെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ താരം അരിപ്പയാണ്. ചായ അരിക്കുന്ന അരിപ്പ എടുത്തിട്ടുണ്ട്. അവരാണ് ഇന്നത്തെ താരം. അപ്പോൾ നമ്മൾ എന്തായാലും അരിപ്പയൊക്കെ യൂസ് ചെയ്തിട്ട് കളയാണ് പതിവ്. അപ്പോൾ ഇനി കളയേണ്ട ഒരെണ്ണം എടുത്ത് വെച്ചോ, നമുക്കിതുപോലെ ഒരു പരിപാടി ചെയ്യാം കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ അരിപ്പേൻ്റെ ആ ഒരു നെറ്റ് പോർഷൻ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. എന്നിട്ട് നമ്മൾ ക്ലേ എടുക്കുക. ക്ലേ എന്ന് പറയുമ്പോൾ എയർഡ്രൈ ക്ലേ എടുക്കാം, മോൾഡിറ്റ് എടുക്കാം, ഹോം മെയ്ഡ് ക്ലേ എടുക്കാം, എംസിൽ എടുക്കാം, ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എടുക്കാം കേട്ടോ. എന്നിട്ട് ഈ അരിപ്പേനെ ഒന്ന് ഫുള്ളായിട്ടൊന്ന് കവർ ചെയ്തെടുക്കണം നമുക്ക് ആദ്യം തന്നെ. അപ്പോൾ ഈ ഒരു അരിപ്പയ്ക്ക് ഒരു ഹോൾ ഉണ്ടാവും. ആ ഹോൾ വേണമെങ്കിൽ നമുക്ക് ആ ഒരു ക്ലേ ഒട്ടിച്ചതിന് ശേഷം ആ ഹോൾ ഇട്ട് കൊടുക്കാം കേട്ടോ. ഹാങ് ചെയ്യണമെങ്കിൽ ആ ഹോൾ വേണം, ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, ഫുള്ളായിട്ട് എടുക്കാം. എന്നിട്ട് ഈ അരിപ്പയുടെ ആ ഒരു അറ്റത്തുള്ള ഒരു പോർഷൻ ഉണ്ട്, അത് ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. എന്നിട്ടാണ് കേട്ടോ ക്ലേ ഒട്ടിക്കുന്നത്. അപ്പോൾ നമ്മൾ ആ അരിപ്പേനെ ഫുള്ളായിട്ട് ക്ലേ ഒട്ടിച്ച് കഴിഞ്ഞു. ഇനി അത് നന്നായിട്ട് സെറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ സാധാരണ കുഞ്ഞൊരു ബോൾസ് എടുക്കുക. ഇതുപോലെ ഒന്ന് ചുരുട്ടിയിട്ട് ഇതിൻ്റെ ഉള്ളിലോട്ട് ഇതുപോലെ ഇത് ഫെവിക്കോൾ വെച്ചിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ ചുറ്റിപ്പെടഞ്ഞ് കിടക്കുമല്ലേ, വള്ളികൾ ഇങ്ങനെ ചുറ്റി പോകില്ല. അപ്പോൾ അതുപോലെ നമുക്കിങ്ങനെ ചെയ്തെടുക്കാം കേട്ടോ. എളുപ്പമാണ് ഈ പരിപാടി. വെറുതെ ഒന്ന് ചുരുട്ടി കൊടുത്ത് ഒന്ന് ചെറുതാക്കി എടുത്തതിന് ശേഷം ഇതുപോലെ ചുറ്റി ഫുള്ളായിട്ട് ചുറ്റിയെടുക്കണം കേട്ടോ. അപ്പോൾ ഈ നമ്മൾ ചുറ്റി കൊടുത്തിട്ടുണ്ട് ആ ഒരു ക്ലേ. അപ്പോൾ നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ അടുത്ത പരിപാടി ഒന്നുകിൽ ഫ്ലവേഴ്സും ലീവ്സും ആയിട്ട് കൊടുക്കാം, ഇല്ലെങ്കിൽ നമ്മുടെ മുന്തിരിങ്ങയില്ലേ, മുന്തിരിക്കൊലകൾ, അങ്ങനെ ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് ചെയ്യാം. ഇപ്പോൾ ഇവിടെ സിമ്പിളായിട്ട് ചെയ്യുമ്പോൾ ഞാൻ ഫ്ലവേഴ്സ് ലീവ്സും ആണ് കേട്ടോ കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ലീവ്സ് ചെയ്തെടുത്തിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ലീവ്സാണ് കേട്ടോ. വെറുതെ ഇങ്ങനെ ഒന്ന് ഒരു എന്താ പറയുക, കയ്യിലൊന്ന് ജസ്റ്റ് ഒന്ന് പരത്തിയിട്ട് ഇങ്ങനെ ആക്കി കൊടുക്കുക. ഒരു ഷേപ്പിൽ, ലീഫിൻ്റെ ഷേപ്പിൽ കൊടുക്കാം. എന്നിട്ട് വെയിൻസ് വരച്ച് കൊടുക്കണമെങ്കിൽ അങ്ങനെ കൊടുക്കാം. ഇല്ലെങ്കിൽ നമ്മൾ മോൾഡ് ഉണ്ടെങ്കിൽ, അതായത് ക്ലേ മോൾഡ് ഉണ്ടെങ്കിൽ ലീഫൊക്കെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ അത് ചെയ്തെടുക്കാം. ഫ്ലവേഴ്സും ഒക്കെ മോൾഡിൽ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ അതുണ്ടെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കാം. ഇപ്പം നമ്മൾ ലീവ്സ് ഒട്ടിച്ച് കഴിഞ്ഞു. ഇനി നമ്മൾ ഫ്ലവേഴ്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഫ്ലവേഴ്സ് കുറച്ച് കൂടുതൽ വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം, ലീവ്സ് ആണ് കൂടുതൽ വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് ചെയ്യാം. അപ്പോൾ നമ്മളിവിടെ ഫ്ലവേഴ്സും ഒട്ടിച്ചു, ലീവ്സും ഒട്ടിച്ചു കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ലീവ്സും ഫ്ലവേഴ്സും ഒക്കെ കൊടുത്ത് ക്ലേ സെറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതിന് മുന്നേ നമ്മൾ അരിപ്പയിൽ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കുക. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ഇത് കളർ ചെയ്തെടുക്കുകയാണ്. ഞാനിവിടെ ചെയ്യുന്നത് ഫുള്ളായിട്ട് ബ്ലാക്ക് കളർ കൊടുക്കുക. ഇനി ബ്ലാക്ക് കളർ വേണ്ട സാധാരണ കളേഴ്സ് കൊടുക്കണമെങ്കിൽ അങ്ങനെ കൊടുക്കുക. അപ്പം നമ്മൾ ഫുള്ളായിട്ട് വൈറ്റ് അക്രിലിക് പെയിൻറ്റ് കൊടുത്തിട്ട് സാധാരണ ഫ്ലവേഴ്സിനും ലീവ്സിനും ഏതൊക്കെ കളേഴ്സാണ് കൊടുക്കുന്നത് അങ്ങനെ ചെയ്തെടുക്കാം. ഇല്ലെങ്കിൽ നമ്മൾ മെറ്റാലിക് ഷെയ്ഡ്സ് കൊടുക്കാം. മെറ്റാലിക് ഷെയ്ഡ് കൊടുക്കുമ്പോൾ ഒരു ആൻറ്റിക് ലുക്ക് വരും. അപ്പം ഞാനിവിടെ ആ ഒരു വള്ളികൾക്ക് മെറ്റാലിക് കോപ്പർ കളർ കൊടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് ആ ഫ്ലവേഴ്സിന് ചെറുതായിട്ട് പിങ്കിഷ് കളർ, പിങ്ക് എന്ന് പറയാം, ആ ഒരു പിങ്ക് മെറ്റാലിക് കളർ കൊടുക്കുന്നു. എന്നിട്ട് ലീഫിന് ഗ്രീൻ കളർ കൊടുക്കുന്നു. അപ്പോൾ കൊടുക്കുമ്പോൾ ആ ഒരു ലീഫിന് ഗോൾഡൻ കളർ ടച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്, ലീഫിന് മാത്രം. അപ്പോൾ ഇങ്ങനെ ചെയ്യണമെങ്കിൽ ഇങ്ങനെ ചെയ്യാം, ഇല്ലെങ്കിൽ സാധാരണ പെയിൻറ്റ് ചെയ്തെടുക്കാം. മെറ്റാലിക് ഷെയ്ഡ്സ് ഒന്നും വേണ്ട, സാധാരണ ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ. അതൊക്കെ ഓരോരുത്തർ ഇഷ്ടം അനുസരിച്ച് ചെയ്യാം. ഈ ഒരു മെറ്റാലിക് ഷെയ്ഡ് കൊടുക്കുമ്പോൾ എപ്പോഴും ബ്ലാക്ക് കളർ ഇങ്ങനെ എടുത്തറിയും, അത് കുഴപ്പമില്ല, അതൊരു ഒരു ഭംഗിയാണ് കേട്ടോ. അപ്പം അങ്ങനെ ചെയ്തെടുക്കാം. ഇപ്പം നമ്മുടെ അരിപ്പ റെഡി ആയിട്ടുണ്ട്. കണ്ട അരിപ്പയാന്ന് പറയത്തേയില്ല. അപ്പം ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എളുപ്പമാണ്, എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ. അപ്പോൾ ട്രൈ ചെയ്യൂലേ, ഒരു ലൈക്ക് അടിക്കൂലേ, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടാറ്റാ, ബൈ.